കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ BJP രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നു. ഉത്തരേന്ത്യയിലെ രാജ്യസഭാ സീറ്റിൽ നിന്നും MP ആക്കാനാണ് നീക്കം. കേരള BJPയിലെ വിഭാഗീയ പ്രശ്നം പരിഹരിക്കാനാണ് ഈ ഫോർമുല. കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് KMR തയ്യാറാക്കിയ വാർത്ത കാണാം. കേരള BJPയിൽ നിലനിൽക്കുന്ന അപരിഹാര്യമായ വിഭാഗീയത എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം. പുതിയ പുനഃസംഘടനയിൽ അസംതൃപ്തരായ കെ സുരേന്ദ്ര വി മുരളീധര പക്ഷത്തിന്റെ പിണക്കം അവസാനിപ്പിക്കാൻ പുതിയ ഫോർമുലയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കെ സുരേന്ദ്രനെ രാജ്യസഭയിലേക്ക് പരിഗണിക്കാനാണ് BJP കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഹരിയാന പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ നിന്നായിരിക്കും കെ സുരേന്ദ്രനെ രാജ്യസഭയിലേക്ക് എത്തിക്കുക. കേരളത്തിലെ സമീപകാല മുന്നധ്യക്ഷന്മാരെ ഗവർണർമാരാക്കി രാഷ്ട്രീയ വനവാസത്തിന് അയച്ച രീതി കെ സുരേന്ദ്രന്റെ കാര്യത്തിൽ ഉണ്ടാവില്ല എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഉറപ്പ്. മറിച്ച് ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ഒരുപോലെ തിളങ്ങാവുന്ന സാഹചര്യമൊരുക്കും. അസംതൃപ്തനായ വി മുരളീധരനെയും പുതിയ ദേശീയ പുനഃസംഘടനയിൽ പരിഗണിക്കും. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പ്രഭാരി ചുമതല നൽകുമെന്നാണ് BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന. വി മുരളീധരൻ ദേശീയ ഭാരവാഹിത്വത്തിൽ എത്തിയാലും അത്ഭുതപ്പെടാനില്ല. PK കൃഷ്ണദാസിനെ സെക്രട്ടറി സ്ഥാനത്തേക്കും പരിഗണിക്കുന്നുണ്ട്. ഫലത്തിൽ വിഭാഗീയത പരിഹരിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ കരുത്തോടെ നേരിടുകയാണ് BJP കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നത്. രാജീവ് ചന്ദ്രശേഖർ പുതിയ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റതോടെ നിലവിൽ വന്ന പുതിയ കമ്മിറ്റികൾ സമരപാതയിൽ പ്രത്യക്ഷത്തിലില്ലെങ്കിലും പരോക്ഷമായി ജനസമ്പർക്കമടക്കം നടത്തി താഴെത്തട്ടിൽ സജീവമാണ്. ഇതുതന്നെയാണ് 2026 തെരഞ്ഞെടുപ്പിൽ കറുത്ത കുതിരകളാകാൻ BJPക്ക് പ്രചോദനമായി തീരുന്നതും. പക്ഷേ കേരളത്തിന്റെ കരുത്തുറ്റ മതേതര രാഷ്ട്രീയ പാരമ്പര്യം BJPയുടെ സ്വപ്നങ്ങൾക്ക് എത്രമാത്രം നിറം പകരുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.